നമസ്കാരം വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ലിവ് പ്യൂറിൻ്റെ ഒരു കൂളറാണ്. അത് 40 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു കൂളറാണ്. നമുക്കറിയാം പലർക്കും ഇപ്പം AC അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ കൂളർ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് തരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇതൊരിക്കലും ഒരു ബ്രാൻഡ് പ്രൊമോഷനോ അങ്ങനെയുള്ള ഒരു പൈസ വാങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷനുമല്ലത്. ഈ കൂളറിൻ്റെ മോഡൽ എന്ന് പറയുന്നത് സെൻകൂൾ 48. അത്യാവശ്യം നല്ല വാട്ടർ കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കൂളറാണ്. ഞാനിത് വാങ്ങുന്ന സമയത്ത് പലരും പറഞ്ഞു ഇതിൻ്റെ സ്പീഡ് വർക്ക് ചെയ്യാറില്ല, ഒരേ സ്പീഡിലാണ് കാണിക്കുന്നുള്ളൂ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഹൈ സ്പീഡിന് അത്യാവശ്യം ഹൈ സ്പീഡുണ്ട്, പിന്നെ മിഡ് ലോ അത് ഞാൻ നിങ്ങളെ വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സ്വിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്വിങ് പ്ലസ് കൂൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം പമ്പ് ചെയ്യാനുള്ളതാണ് സ്വിങ് പ്ലസ് കൂള്. സ്വിങ് വേണ്ട എന്നുണ്ടെങ്കിൽ കൂൾ മാത്രം നമുക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതിന് വരുന്ന ഹണികോം ടെക്നോളജിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ഹൈജീനായിട്ടുള്ള ഒരു ഹണികോംബാണ് വരുന്നത്. പിന്നെ പലരും പറയാറുണ്ട് ഞാനത് വാട്ടർ പമ്പ് ഓൺ ചെയ്യുമ്പോൾ പുറത്ത് വീഴാറുണ്ട്. അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്കത് ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തില്ല. ഈ കൂളറിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഏകദേശം ഇങ്ങനെയാണ്. ഇങ്ങനെ ഹണികോംബാണ് വരുന്നത്. ഇവിടാണ് വാട്ടർ ഇൻലെറ്റ് വരുന്നത്. ചെറിയൊരു ഇൻലെറ്റാണ്, പക്ഷെ നമുക്കൊരു ചെറിയ മഗ്ഗിലൊക്കെ എടുത്തൊഴിച്ചാൽ നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ നിറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഐസ് ട്രേ വരുന്നില്ല എന്നുള്ളത് വലിയൊരു ഡ്രോബാക്കാണ്. പക്ഷേ എന്നാലും നമ്മൾ അത്യാവശ്യം നോർമൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു രീതിയിലുള്ള കൂളിംഗ് ഞാൻ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു കൂളിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ വാട്ടർ കൂളറിൻ്റെ അത്യാവശ്യം ലെവല് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഫുള്ളാണെങ്കിൽ അത്യാവശ്യം നിറഞ്ഞ രീതിയിൽ കാണിക്കും. ഏറ്റവും കുറഞ്ഞ രീതിയിലാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലെവല് കുറവാണ്. അതിനുശേഷം നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിനുള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിളായിട്ടുള്ള നമുക്ക് ആ പുറകിൽ ഞാൻ കാണിച്ച ആ ഒരു ഇൻലെറ്റ് വഴി നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഈ കൂളറിൻ്റെ വെയിറ്റ് ആവും. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ടയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ഈ കൂളറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കൂളറിനും ബ്ലോവറാണ് വരുന്നത്, ഇതിന് ഫാനാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫാനാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കൂളിംഗ് വരാറുണ്ട്. ഫാൻ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരേക്കും എനിക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഇനി ഞാൻ നിങ്ങളെ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ പ്ലഗ് ചെയ്തു, ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് ഓൺ ചെയ്യാം. ഇത് ഹൈ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ഇടുക. ഏകദേശം നല്ല രീതിയിലുള്ള പവർഫുള്ളായിട്ടുള്ള കാറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ബ്ലറായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാനതിന് മിഡിലേക്ക് ഇടുവാണ്. നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് ഞാൻ ലോയിലിടുകയാണ്. പിന്നെയും പവർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ വാട്ടർ പമ്പിങ് ഓൺ ചെയ്തിട്ടില്ല, പക്ഷേ കൂളിംഗ് എഫക്റ്റ് എനിക്ക് കിട്ടുന്നു. ഞാൻ നെക്സ്റ്റ് ഇത് സ്വിങ്ങിലേക്ക് ഇടുകയാണ്. സ്വിങ്ങിലേക്ക് ഇടുമ്പോൾ സ്വിങ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് കാണാൻ, പക്ഷേ സ്വിങ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാട്ടർ പമ്പിങ് ഓൺ ചെയ്യുകയാണ്. സ്വിങ് ആൻഡ് വാട്ടർ പമ്പ്. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ സീ വെള്ളം വീഴുന്ന കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ പുറത്തേക്ക് ഇങ്ങോട്ടും വീഴുന്നില്ല. അതിനുശേഷമുള്ള ഓപ്ഷനാണ് നമുക്ക് സ്വിങ് വേണ്ട എന്നുണ്ടെങ്കിൽ കൂൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മാത്രം വീഴും, പക്ഷെ സ്വിങ് ഉണ്ടാകത്തില്ല. ഇതാണ് ഇതിൻ്റെ മോഡൽ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ നമ്മൾ വെള്ളം കളയാനുള്ള ഒരു ഔട്ട്ലെറ്റാണിത്. ഇതൊരു ഡ്രോബാക്കാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ വെള്ളം എടുത്ത് കളഞ്ഞ സമയത്ത് അതിനകത്ത് ചെറിയ ലീക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനൊരു അടച്ചു വെച്ചതിന് ശേഷം ഒരു
1 hour 2 hour ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്ലെറ്റ്സ് വീഴുന്നുണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ ഡ്രോപ്ലെറ്റ്സ് ഒന്നും വീഴുന്നില്ല. അത് നമുക്ക് ഡ്രോബാക്കായിട്ട് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കൂളർ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 5644 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും നല്ലൊരു കൂളറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അത്യാവശ്യം വരുന്നൊരു ഹൈറ്റ്, നല്ലൊരു ഹൈറ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂളിംഗ് എഫിഷ്യൻസിയും നല്ലതാണ്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോളൊക്കെ വലിയ AC പോലെ കൂൾ ചെയ്യത്തില്ല. പക്ഷെ നമ്മളതിന് മുൻപിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓവറോൾ ഇറ്റ്സ് എ നൈസ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഹൈറ്റ് മെഷർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഹിപ്പിൻ്റെ മുകളിൽ വരയ്ക്കും അതിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് പല ഡൗട്ടുകളും ഉണ്ടാകും, എനിക്കറിയാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.